ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് പേ ബാക്ക് എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. ഒരു കിഡിലും ഗെയിമാണ്. അപ്പോൾ ഇത് കുറേ നാളായിട്ടുള്ള മുന്നെയാണ് ഇത് ഇറങ്ങുന്നതൊക്കെ. പക്ഷെ ഇപ്പോൾ അങ്ങനെ ആരും കളിക്കലില്ല കേട്ടോ. ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. അപ്പം നമ്മൾ ഇന്ന് തിരിച്ചിറക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഇതാണ് പേ ബാക്ക്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇത് ഒരു അടിപൊളി ഇതിനകത്ത് തന്നെ കുറേ ടൈപ്സ് ഓഫ് ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈക്ക് കുറേ റേസും നമ്മൾ സോളോ ആയിട്ടും മൾട്ടിപ്ലെയർ ആയിട്ടും ഒക്കെ കളിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഗെയിമാണ്. ഈ ആൾക്കാരുടെ തലയിൽ ബ്ലൂ ഉള്ളതാണെങ്കിൽ നമ്മൾ ടീമേറ്റ് ആയിരിക്കും. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് നിങ്ങൾ ആദ്യം തന്നെ കണ്ടല്ലോ, തീഫ് എന്നുള്ള സംഭവത്തിൽ നിന്ന് എടുത്തതാണ് ക്യാപ്ചർ ദിസ് ബാഗ്. അപ്പോൾ ബ്ലൂ എന്നുള്ളത് നമ്മുടെ ടീമേറ്റാണ്, റെഡ് എന്നുള്ളത് നമ്മുടെ എനിമിയാണ്. പിന്നെ ബ്ലൂവും റെഡും ഇങ്ങനെ മാറി മാറി കത്തുന്നത് പോലീസാണ്. ഒന്നുമില്ലാത്തൊരു സാധാ ആൾക്കാരാണ് ഇതുപോലെ. ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവരെ. നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് പിടിക്കും. നമ്മളുടെ മാപ്പിൻ്റെ പൊക്കത്ത് ഒരു റെഡ് കളറിൽ സ്റ്റാർ, റെഡും ബ്ലൂ സ്റ്റാർ കത്തുന്നുണ്ടോ? ഇപ്പോൾ പോയി. അത് ആണ് ഈ പോലീസ് നമ്മളെ പിടിക്കാനുള്ള. ഇതിനകത്ത് കുറേ സ്റ്റാറുണ്ട്. ഫുള്ള് സ്റ്റാർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വലിയ പടയോടെ വരും. അതെന്നെ ഒരുപാട് പ്രാവശ്യം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് അതിൻ്റെ റേസൊക്കെ ഉണ്ട്. ഈ കാണുന്ന എല്ലാ കാറും ഇല്ലേ, ഈ ഒരു സ്ഥലത്ത് കാണുന്ന എല്ലാ കാറിലെ റേസൊക്കെ ഒരുപാടുണ്ട്. പിന്നെ അതെ ഇതുപോലെ എനിമീസൊക്കെ നമ്മളെ സ്വാഗ് എടുക്കാൻ വരും. അതായത് നമ്മൾ ആ പെട്ടി എടുക്കാൻ വരുമ്പോൾ നമ്മൾ അവരെ കൊന്ന് പോകണം. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതുപോലെ 2 പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 പേരെ ഇങ്ങനെ അടിച്ച് പൊളിക്കാൻ പോകണം. അപ്പോൾ ഗ്രനേഡ് നമുക്കില്ലേ അൺലിമിറ്റഡ് ആയിട്ടുള്ള അൺലിമിറ്റഡ് ആയിട്ടുള്ള വെപ്പൺസാണ് ഇതിനകത്തുള്ളത് കേട്ടോ. എത്ര വേണേലും വെപ്പൺസ് ഉണ്ട് ഇതിനകത്ത്. ഒരു വെപ്പൺ എടുത്തതിന് ഒരു 10 to 50 സെക്കൻഡ്സിനുള്ളിൽ വീണ്ടും അത് തന്നെ വരും. ആ സെയിം സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എത്ര വേണേലും കിട്ടും. ആൻഡ് ദിസ് ഇസ് അടിപൊളി ഗെയിം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഈ സ്വാഗ് എടുക്കുന്നതിന് മുന്നേ കുറേ വെപ്പൺസ് എടുക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ പോലീസ് പിടിച്ചാലോ നമ്മൾ ഡൈ ആയാലോ നമ്മളുടെ കയ്യിലുള്ള വെപ്പൺസൊക്കെ പോയി. ഇതേ കണ്ടോ, അടുത്ത ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെയും നമ്മൾ ലൈൻ കട്ട്. അപ്പോൾ ഉള്ള വെപ്പൺസൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ നമ്മൾ അപ്പോൾ പോലീസിൻ്റെ സിഗ്നൽ കണ്ടോ വരാൻ പോകുന്നു. അപ്പോൾ പോലീസിനെ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരുപാടധികം വണ്ടികളുണ്ട്. കുറേ ടൈപ്സ് ഓഫ് വണ്ടികളുണ്ട്. കിഡിലും വണ്ടികളുണ്ട് കേട്ടോ. അപ്പം ഒരുപാട് ഈ ഒരു വണ്ടിയുണ്ട് ന്യൂസ് എന്നൊക്കെ. അതിനകത്ത് ഒരു കുഞ്ഞു വണ്ടി ഉണ്ടാവും. അത് നമുക്ക് എക്സ്പ്ലോസീവായിട്ട് ഉപയോഗിക്കാം. കണ്ടോ, ഇതുപോലെ എക്സ്പ്ലോസീവായിട്ട് ഉപയോഗിക്കാം. കണ്ടോ, നമ്മളുടെ പോലീസ് പിടിച്ച് ബസ്റ്റഡ് കാണിച്ചല്ലോ. അപ്പം അതുകൊണ്ട് അപ്പോൾ ഇവിടെ മാപ്പുണ്ട്. റെഡ് കളറിൽ കത്തുന്നതൊക്കെ മാപ്പ്. നമുക്ക് X550X കിട്ടിയിട്ടുണ്ട്. 500R കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതെടുത്ത് പോവുകയാണ് ഗൈസ്. കിഡിലൻ വണ്ടിയാണ്, നല്ല സ്പീഡൊക്കെ ഉണ്ട്. പക്ഷെ പെട്ടെന്ന് ഇടിച്ചിടിച്ച് കഴിഞ്ഞിട്ട് പുക വന്ന് കത്തിപ്പോവും. അപ്പോൾ നമ്മൾ നേരത്തെ ചെന്ന സ്ഥലമാണ്, നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള വെപ്പൺസാണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് ടൈമർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ വെറുതെ ഇരുന്നിട്ടുണ്ട്. ഇതിനകത്ത് കുറേ നമുക്ക് അതെടുക്കാനുള്ള ബോട്ടുണ്ട്, ഹെലികോപ്റ്ററുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. ബോട്ടൊക്കെ 2-3 ഉണ്ട്. പുതിയ വേറെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്, സെയിം കാർ. അപ്പോൾ ഞാൻ അതും എടുക്കട്ടെ. ഇതിനെ ഒരു പഞ്ചറാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ആദ്യത്തെ. ഇത് പറഞ്ഞു തന്നതിനോ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകാൻ പാടില്ല. പക്ഷേ ഇത് കുറേ ടൈപ്സ് ഓഫ് സ്ഥലങ്ങളുണ്ട്. ഇത് മാത്രമല്ല, ഒരുപാട് ടൈപ്സ് ഓഫ് സ്ഥലങ്ങളുണ്ട്. നമുക്കില്ലേ ഈ ആഡ് കണ്ട് കുറേ അധികം കോയിൻസ് കളക്ട് ചെയ്യാൻ പറ്റും. കോയിൻസോടെ നമുക്ക് പുതിയ സിറ്റി വാങ്ങാം, കാറ് വാങ്ങാം, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ലൈക്ക് കോയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗെയിംസിലൊക്കെ ഉള്ള കോയിൻസില്ല, ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഇത് ഭയങ്കര പാഷനായിട്ടും ലൈക്ക് അങ്ങനെയൊക്കെ ഇത് അടിപൊളി ഗെയിമാണ്, ഞാനിത് തന്നെ കളിച്ചോളൂ അങ്ങനെയുള്ളവർക്ക് ഇത് റിയൽ മണി കൊടുത്തും കളിക്കാവുന്നതാണ്. പക്ഷേ നമ്മളൊരു ഫണ്ടിന് കളിക്കുന്നുണ്ട്, അതാവശ്യമില്ല. അതെ കാറ് പറഞ്ഞാൽ പിന്നെ ഒരു പ്രയോജനം ഇല്ലതുകൊണ്ട് പുക വന്ന് കത്തും. അതിന് മുന്നേ നമുക്ക് ഓടിപ്പോണം, അല്ലെങ്കിൽ നമ്മളും പടവാകും. ഓറഞ്ച് കളറിലെ പുതിയ കാറും ഉണ്ട്. അപ്പോൾ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ എയിമിൻ്റെ സ്വാഗ് എടുക്കുന്നത് നമ്മുടെ ബേസിലോട്ട് കൊണ്ടുവരുന്നതാണ് കാണിക്കുന്നത്. ഇതിൽ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന കുറേയധികം വഴികളിൽ കൂടെ ഞാൻ സഞ്ചരിച്ച് കുറേ വെപ്പൺസ് എടുക്കുന്നതാണ്. കുറേ വെപ്പൺസ് എടുത്തിട്ട് അവസാനം ഒരു പോലീസും അല്ലെങ്കിൽ ഞാനെങ്ങനെയോ പടമായിട്ട് എൻ്റെ സാധനങ്ങളെല്ലാം പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഇനി എങ്ങനെയാണ് ഞാൻ സ്റ്റീൽ ചെയ്തതെന്ന് കാണിക്കാം. ഞാൻ സ്പീഡിലിടുന്നുണ്ട് കേട്ടോ.
നേരെ ഓപ്പോസിറ്റായിട്ട് റെഡ് കളറില്ലേ, അതാണ് നമ്മുടെ എനിമിയുടെ സ്ഥലം. പിന്നെ അതിൻ്റെ അപ്പുറത്തന്നെ നൈസായിട്ട് ഒരു ബോട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, ഒരു ചെറുത്. അതാണ് നമ്മൾ, ആ ബോട്ടിലാണ് നമ്മൾ പോകാൻ പോകണം. ഈ ബോട്ടിലോട്ട് എങ്ങനെ എത്തിയ കാര്യമൊക്കെ ഞാൻ പിന്നെ ഒരു ദിവസമായിട്ടൊരു വീഡിയോ ഇടാം. കാരണം ലാഗ് അടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനതിപ്പോൾ പറയാത്തത്. ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ, ഈ ബോട്ടും ഹെലികോപ്റ്ററൊക്കെ അവിടെ നിന്ന് എടുക്കുന്നതൊക്കെ. ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ? ഗൈസ്, അപ്പോൾ നമ്മൾ സ്വാഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓടിപ്പോയി നമ്മുടെ ബേസിലോട്ട് നമുക്ക് ഫുൾ ഈവന്റ് കംപ്ലീറ്റ് ചെയ്യാം. അയ്യോ, കരയില്ലടാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ